A1 മുതൽ A6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 2 കഠിന തടവ്, അതായത് 120B-ക്കും 376D-ക്കും 366-ന് 10 വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട്. മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട്. 376D-യെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞു പോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ ശിക്ഷിച്ചത്. തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല. ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും. ഈ 8-ാം പ്രതിയെ വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു അഭിഭാഷകനാണ്. ഏതിലെ ശിക്ഷയിൽ നിരാശനാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്. അത് വേറെ കാര്യം. ശിക്ഷ കണ്ടുപോയാൽ അതിന്റെ അകത്ത് പ്രൊപ്പോർഷണലേറ്റായിട്ട് ശിക്ഷ വിധിക്കേണ്ടതാണ്. 20 വർഷം മിനിമം എന്ന് പറഞ്ഞാൽ 20 വർഷം വരെക്ക് മുകളിൽ എത്ര വർഷം വേണമെങ്കിലും കോടതിക്ക് ശിക്ഷിക്കാം. അത് 20 വർഷം പാർലമെന്റ് നിശ്ചയിച്ച മിനിമം കൺവിക്ഷനാണ്. അത് ഒരു കോടതിയുടെ ഔദാര്യമല്ല, അത് പ്രോസിക്യൂഷന്റെ അവകാശമാണ്. അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി അകലെയാണ്. 6 പ്രതികൾക്കും, ഈ കേസിലെ 6 പ്രതികൾക്കും ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത് കൂട്ടബലാത്സംഗത്തിന് കൊടുക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്. അത് വളരെ വളരെ ദുഃഖകരമായ കാര്യമാണ്. ജീവപര്യന്തം കൊടുക്കേണ്ടതായിരുന്നു. ഇതിനുവേണ്ടി പ്രോസിക്യൂഷൻ അപ്പീലിന് പോവുകയും നിരന്തരമായി നീതിപീഠത്തിന് മുമ്പിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പോരാടുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം എന്നുള്ളതും 50,000 രൂപ പിഴ എന്നുള്ളതും. അപ്പോൾ ജീവപര്യന്തം കൊടുക്കേണ്ട ഒരു കേസായിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ അതിനായുള്ള പോരാട്ടം നീതിപീഠത്തിന് മുന്നിൽ നടത്തണം. അതിജീവിതയ്ക്ക് നീതി അകലെയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിജീവിതയോടൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി. അതിജീവിതയ്ക്ക് നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രോസിക്യൂഷന് പരാജയം തന്നെയാണല്ലോ. ശിക്ഷയുടെ അളവ് കുറഞ്ഞത് പ്രോസിക്യൂഷൻ വേണ്ട രീതിയിൽ ഇത് ചെയ്തിട്ടില്ല എന്ന് വേണം. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ നമുക്ക് ആ ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, അതിജീവിതയ്ക്ക് നീതി അകലെയാണ്. കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ വിധിച്ച പ്രതികൾക്ക് നല്ല ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ കേസിന്റെ തുടക്കം മുതൽ മഞ്ജു വാര്യർ പറഞ്ഞു ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന്. പിന്നീട് പ്രോസിക്യൂഷനും കണ്ടെത്തിയത് ഗൂഢാലോചന ഉണ്ട് എന്നാണ്. 1-ാം പ്രതിയും പറഞ്ഞത് ഇതൊരു കൊട്ടേഷനാണ്, ഗൂഢാലോചനയുണ്ട്. അതിജീവിതയും പറഞ്ഞത് അത് തന്നെയാണ്, കൊട്ടേഷനാണ്. അപ്പോൾ ഒരു കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിന് പിന്നീട് ഒരു ഗൂഢാലോചന ഉണ്ടാവുമല്ലോ. ഇപ്പോൾ വെറുതെ വിട്ട നമ്മുടെ പ്രിയപ്പെട്ട ദിലീപും പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്നാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ പൊതുസമൂഹം ഇപ്പോൾ വിശ്വസിക്കുന്നതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അപ്പോൾ ആ ഗൂഢാലോചന ഉണ്ട് എന്ന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിരിക്കുന്നു. എല്ലാ മാധ്യമ വാർത്തകളിലും ഒക്കെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഇപ്പോൾ വ്യക്തമാകേണ്ടതുണ്ട്. എന്താണ് ഗൂഢാലോചന, ആരാണ് ഗൂഢാലോചന നടത്തിയത്, ആർക്കെതിരെയൊക്കെയാണ് ഈ ഗൂഢാലോചന നടന്നിട്ടുള്ളത്, അത് കൃത്യമായി കണ്ടെത്തണം. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ കോടതിക്ക് മാത്രം അത് ബോധ്യമായില്ല എന്ന് പറയുന്നു. അത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കില്ല. പക്ഷേ ഗൂഢാലോചന കൃത്യമായി അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ഗൂഢാലോചന നടത്തിയവരെ അവരാര് തന്നെയായിരുന്നാലും ശരി ഏറ്റവും മാതൃകാപരമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള നമ്മുടെ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത അത് വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയായിട്ട് മാറും. താങ്കൾ പറയുന്നത് ദിലീപിനെ വിട്ടേശയുടെ അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്കോ അതിന്റെ മറ്റു ന്യായ വിചാരങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കുന്നത് പൊതുസമൂഹം മുഴുവൻ അങ്ങനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു മട്ടാണ്. അപ്പോൾ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ശൂന്യതയിൽ ഉണ്ടാവില്ലല്ലോ. അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവരുണ്ടാവും. അവരെ കണ്ടെത്തണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, പരമാവധി ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഗൂഢാലോചന അന്വേഷണത്തിൽ പ്രോസിക്യൂഷൻ പരാജയമാണെന്ന് തോന്നുന്നുണ്ടോ? ഗൂഢാലോചന അന്വേഷണത്തിൽ നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നീതി ലഭിച്ചു നമുക്ക് പറയാൻ പറ്റുന്ന അതിജീവിത പറയുന്നത് നീതി ലഭിച്ചിട്ടില്ല എന്നാണ്. അതിജീവിതയെ അനുകൂലിക്കുന്നവർ മുഴുവൻ പറയുന്നതും നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നമസ്കാരം. മലയാളത്തെ നടി ആക്രമിക്കപ്പെട്ട കേസ് 8.5 വർഷം നീണ്ട ഒരു കാത്തിരിപ്പിനൊടുവിൽ കോടതിയുടെ കല്ലെഴുത്തായിട്ടുള്ള ആ ഒരു ശിക്ഷാവിധി പുറത്തു വന്നിരിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷത്തെ കഠിന തടവും പിഴയും IT ആക്ട് പ്രകാരം പൾസർ സുനിക്ക് 5 വർഷം കൂടുതലും. വാരങ്ങളല്ല വർഷങ്ങളോളം നീണ്ട ഈ ഒരു പോരാട്ടത്തിന് ശേഷം ഇന്ന് നാം സാക്ഷിയാകുന്നത് ഒരു നിയമവിധിക്കല്ല, ഒരു സ്ത്രീയുടെ അന്തസ്സിനായി അവളുടെ നിസ്സഹായ നിമിഷങ്ങളുടെ നീതിക്കായിട്ട് നടന്ന പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിനാണ്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ കോടതിയുടെ പൂർണ്ണ ശിക്ഷാവിധിയും പ്രതികളുടെ കോടതിയിലെ വികാരങ്ങളും പ്രോസിക്യൂഷൻ പ്രതിഭാഗം തമ്മിലുള്ള കടുത്ത വാദങ്ങളും സമൂഹത്തിന്റെ പ്രതികരണങ്ങളും വിലയിരുത്തലുകളും ദിലീപ് വെറുതെ ആയതിനെ ചുറ്റിപ്പറ്റിയ ആ വിവാദങ്ങളും അതിജീവിതയെ പിന്തുണയ്ക്കുന്നവരും പ്രതികളെ പിന്തുണയ്ക്കുന്നവരും തമ്മിലുള്ള ഒരു തിരിച്ചിളക്കങ്ങൾ എല്ലാം നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി
ജഡ്ജി ഹണിയം വർഗീസ് 1.5 മണിക്കൂർ നീണ്ട ഒരു വാദം കേട്ടതിന് ശേഷമാണ് ഈ ഒരു ശിക്ഷാവിധി നടപ്പിലാക്കിയത്. ഇനി പണിഷ്മെന്റ് എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയും, പൾസർ സുനിക്ക് IT ആക്ട് പ്രകാരം 5 വർഷം അധികം. അതായത് കോടതി വ്യക്തമാക്കിയത് സമകാലികമായിട്ട് അനുഭവിച്ചാൽ മതി എന്നുള്ളത്. ഇനി പൾസർ സുനി ഇതിനോടകം 7 വർഷവും 6 മാസവും 29 ദിവസവും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇതിലൊരു ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, ഈ 6 പ്രതികളിൽ ഇനിയിപ്പോൾ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി ആദ്യം പുറത്തിറങ്ങുന്നയാൾ ഒരുപക്ഷെ പൾസർ സുനി ആയിരിക്കും, ഈ കേസിലെ 1-ാം പ്രതി ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. ഇതിനോടകം തന്നെ 7 വർഷത്തിലധികം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയതുകൊണ്ട് ഇനി 13 വർഷക്കാലം പൾസർ സുനിക്ക് ശിക്ഷ അനുഭവിച്ചാൽ മതി. മാർട്ടിൻ ആന്റണി 5 വർഷവും 21 ദിവസം, സ്വാഭാവികമായും 15 വർഷം മാർട്ടിൻ ജയിലിൽ കിടക്കേണ്ടി വരും. മണികണ്ഠനാകട്ടെ 4 വർഷവും 8 മാസം 27 ദിവസവും, ബാക്കി നാൾ ഏകദേശം 14 വർഷത്തോളം മണികണ്ഠൻ കിടക്കേണ്ടി വരും. വിജേഷ് ആകട്ടെ 5 വർഷം മാത്രമാണ് കിടന്നത്, 15 വർഷം വിജേഷിന് കിടക്കേണ്ടി വരും. സലീം 1 വർഷം മാത്രമാണ് കിടന്നത്, 19 വർഷം വിചാരണക്കാലത്തെ തടവ് ശിക്ഷയിൽ നിന്നുള്ള കുറവ് ചെയ്യൽ കൂടി വരുമ്പോൾ 6 പ്രതികൾക്കും ഒരേ ശിക്ഷ. ആർക്കും ജീവപര്യന്തമില്ല, പൾസർ സുനിക്ക് പോലും ജീവപര്യന്തമില്ല. സുജയ, നടി ആക്രമിക്കപ്പെട്ട സംഭവം ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു പെൺകുട്ടിക്ക് നേരെയുണ്ടായ ആക്രമണമെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച ആ ക്രിമിനൽ കുറ്റത്തിൽ ഇപ്പോൾ നേരിട്ട് പങ്കെടുത്ത ഈ പ്രതികൾക്ക് പരമാവധി നൽകിയ ശിക്ഷ 20 വർഷം തടവ് മാത്രമാണ്. പ്രോസിക്യൂഷൻ ആദ്യഘട്ടം മുതൽ തന്നെ വാദിച്ചത് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന്. ഏതായാലും പൾസർ സുനി അടക്കമുള്ളവർ ഇനി 13 വർഷം മാത്രമാണ് ജയിലിൽ കിടക്കേണ്ടത്. മറ്റുള്ളവർക്ക് ചിലർ 15 വർഷം കിടക്കേണ്ടി വരും. പ്രതികളുടെ പ്രായം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശിക്ഷ കോടതി വിധിച്ചതെന്ന് കോടതി തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ചത് ജീവപര്യന്തമാണ്. ഒരു ഘട്ടത്തിൽ പൾസർ സുനിക്കെങ്കിലും ജീവപര്യന്തം ശിക്ഷ ലഭിക്കുമെന്ന് കണക്കുകൂട്ടി. ഏതായാലും ഈ ശിക്ഷയും പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരുപക്ഷെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഇവർ ചെയ്തു എന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന, അതിനപ്പുറത്തേക്ക് ക്രൂരമായ പീഡനം, സമാനതകളില്ലാത്ത പീഡനം ആ യുവതി അനുഭവിച്ചു. അതുകൊണ്ട് മാതൃകാപരമായ ശിക്ഷ വേണമെന്ന ഒറ്റ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും ഈ വിധി പകർപ്പ് പരിശോധിച്ചതിന് ശേഷമാകും പ്രോസിക്യൂഷൻ തുടർ നടപടികളിലേക്ക് നീങ്ങുക. ഏതായാലും ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടതിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള തീരുമാനം നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ എടുത്തിട്ടുണ്ട്. വിധി പകർപ്പ് ലഭിച്ചാൽ അത് പരിശോധിച്ച് അപ്പീൽ തയ്യാറാക്കി ഹൈക്കോടതിയിൽ എത്തിക്കും അടുത്ത ആഴ്ച തന്നെ. അതിനൊപ്പം ഈ ശിക്ഷാവിധിയെ കൂടി പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നതും പ്രധാനമാണ്. 20 വർഷം എന്നത് പരമാവധി ശിക്ഷ അല്ല, ഒരുപക്ഷെ ജീവപര്യന്തം തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആദ്യഘട്ടം മുതൽ തന്നെ ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് ആവശ്യമുയർത്തി പ്രതിഭാഗം ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന ആവശ്യവും കോടതിക്കകത്ത് ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും പൾസർ സുനി 13 വർഷം കൊണ്ട് ജയിൽ മോചിതരാകും. അതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ശിക്ഷയിൽ ഇളവ് പൾസർ സുനിക്ക് ലഭിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. സാധാരണഗതിയിൽ ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഇത്തരം ശിക്ഷാ ഇളവുകൾ നൽകുന്നത് പതിവല്ല. എന്നാൽ പോലും ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും അങ്ങനെ ഇളവ് ലഭിക്കുമോ എന്നതും പ്രധാനമാണ്. ഒരുപക്ഷെ രാജ്യത്തെ പോലും നടുക്കിയ ഒരു കുറ്റകൃത്യം, സമാനതകളില്ലാത്ത കുറ്റകൃത്യം, രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗമെന്ന പ്രോസിക്യൂഷൻ കണ്ടെത്തിയ കുറ്റകൃത്യം, ആ കുറ്റകൃത്യത്തിലാണ് ഇപ്പോൾ 20 വർഷം കഠിന തടവ്. 20 വർഷം തടവ് അത് 6 പ്രതികൾക്ക്, കുറ്റകൃത്യം ചെയ്ത പൾസർ സുനിക്കും കൂട്ടുപ്രതികളായ 5 പേർക്കും ഒരേ ശിക്ഷ തന്നെ വിചാരണ കോടതി നൽകിയിരിക്കുന്നു. ഏതായാലും ജീവപര്യന്തമാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് അതിന്റെ പ്രതികരണങ്ങൾ, പ്രോസിക്യൂട്ടർ വി അജകുമാറിന്റെ പ്രതികരണം ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി. സമൂഹത്തിൽ നടന്ന ചർച്ചകൾ വിധിയെ ബാധിച്ചിട്ടില്ലെന്നും പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷ വിധിച്ചതെന്നും ജഡ്ജ് വ്യക്തം. ഇവിടെ കോടതി പരിഗണിച്ചത് പ്രതികളുടെ പ്രായം, അതായത് എല്ലാവരും 40 വയസ്സിന് താഴെയാണ്. കുടുംബ പശ്ചാത്തലം, അതായത് ഇവരിൽ പലരും കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് എന്നുള്ളത്. ഇനി മറ്റൊരു ഘട്ടമായിരുന്നു കോടതിയിലെ വികാരങ്ങൾ എന്ന് പറയുന്നത്. 1-ാം പ്രതിയായ പൾസർ സുനിയുടെ ഒരു വികാരം എന്ന് പറയുന്നത് വീട്ടിൽ പ്രായമായിട്ടുള്ള അമ്മ മാത്രമേ ഉള്ളൂ. ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി പറഞ്ഞത്. 2-ാം പ്രതി മാർട്ടിൻ പറഞ്ഞത് അയാൾ കോടതിയിൽ ഇരുന്ന് കരഞ്ഞു. ഞാൻ നിരപരാധിയാണ്, 5.5 വർഷം ജയിലിൽ കഴിഞ്ഞു, അമ്മയും അച്ഛനും വയോധികർ. ഇതായിരുന്നു അയാളുടെ പ്രതികരണം. 3-ാം പ്രതി മണികണ്ഠൻ പറഞ്ഞതോ ഗൂഢാലോചനയിൽ പങ്കില്ല, 9 വയസ്സുള്ള മകളും 1 വയസ്സുള്ള മകനുമുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. 4-ാം പ്രതിയായിട്ടുള്ള വിജീഷ് തലശ്ശേരിയിലെ കുടുംബത്തിനടുത്തായിട്ട് കണ്ണൂരിലേക്ക് തന്നെ മാറ്റണമെന്നായിരുന്നു വിജീഷ് പറഞ്ഞത്. 5-ാം പ്രതിയായിട്ടുള്ള സലീം പറഞ്ഞത് ഭാര്യയും മകളുമുണ്ട്, മറ്റാരുമില്ല. ഇനി 6-ാം പ്രതി പ്രദീപ് കോടതിയിൽ ഇരുന്ന് കരഞ്ഞു, അതായത് കുടുംബത്തിന്റെ ദുരവസ്ഥ പറഞ്ഞാണ് അയാൾ കരഞ്ഞത്. ഇവിടെ നമുക്ക് ചോദിക്കാൻ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഒരു കൃത്യം ചെയ്യുന്ന ടൈമില് ഇവർക്ക് ഒരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ മകളുണ്ട്, അല്ലെങ്കിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരുടെ ഏക ആശ്രയമാണ് ഞങ്ങൾ എന്നുള്ള ഒരു ബോധം അന്ന് ഇവർക്കില്ലായിരുന്നു. കടുത്ത വാദപ്രതിവാദങ്ങൾ തന്നെയായിരുന്നു കോടതിയിൽ അരങ്ങേറിയത്. അവയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് മുഴുവനും പ്രതികൾക്ക് ജീവപര്യന്ത ശിക്ഷ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കൂട്ടബലാത്സംഗത്തിലെ എല്ലാവരും ഒരേപോലെ പങ്കാളികൾ എന്നായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞത്. എന്നാൽ കോടതി തിരിച്ചു ചോദിച്ചത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം, അതായത് പീഡിപ്പിച്ചത് പൾസർ സുനി മാത്രമല്ലേ, എല്ലാവർക്കും ഒരേ ശിക്ഷ എങ്ങനെ നൽകുമെന്നുള്ളത്. എന്തായാലും അവരവരുടെ പങ്കാളിത്തം അനുസരിച്ചാണ് കോടതി ഇവിടെ എല്ലാവർക്കും ഓരോരുത്തർക്കും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇനി പ്രതിഭാഗം പറഞ്ഞതോ പ്രതികൾ ഇതിനോടകം തന്നെ 7.5 വർഷം തടവിൽ കഴിഞ്ഞു.
നിർഭയ കേസുമായിട്ട് ഇവയെ താരതമ്യം ചെയ്യരുത് എന്നായിരുന്നു പ്രതിഭാഗം പറഞ്ഞത്. സുനിയുടെ കുറ്റം ഗുരുതരമെങ്കിലും മറ്റുള്ളവർ പ്രേരണയുടെ കുറ്റം മാത്രമാണുള്ളത്. എന്നാൽ കോടതി ഇതിന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഇതൊരു സ്ത്രീയുടെ അന്തസ്സിന്റെ കാര്യമാണ്. അവളുടെ നിസ്സഹായാവസ്ഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. സുനിയുടെ ക്രിമിനൽ ചരിത്രവും കോടതി വിലയിരുത്തുകയും ചെയ്തു. എന്തായാലും ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ശിക്ഷാവിധി നടപ്പിലാക്കിയത്. ഇനി കുറ്റം തെളിഞ്ഞ വകുപ്പുകൾ എന്ന് പറയുന്നത് കൂട്ടബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, IT ആക്ട് 66E-യും 67A, അതായത് അശ്ലീല ചിത്രീകരണവും പ്രചരിപ്പിക്കലും. ഇതൊക്കെയാണ് ചുമത്തിയ വകുപ്പുകൾ എന്ന് പറയുന്നത്. ഡിസംബർ 8-ാം തീയതി വന്ന വിധിയോട് തന്നെ ഈ മലയാളി സമൂഹം രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വശത്ത് വെറുതെ വിട്ടു എന്ന് കോടതി വിധിയോട് ആശ്വാസമായി നിശ്വസിക്കുന്ന ദിലീപിന്റെ അനുയായികൾ, എന്നാൽ മറുവശത്ത് ന്യായം വൈകി പക്ഷെ അത് അവസാനിച്ചിട്ടില്ല എന്നുറപ്പിക്കുന്ന അതിജീവിതയെയും അതുപോലെ അവരെ പിന്തുണയ്ക്കുന്നവരും. കഴിഞ്ഞ 8.5 വർഷമായിട്ട് മലയാളം കണ്ടുപോരുന്ന ഈ കേസിന്റെ വലിയൊരു തിരമാലകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ അടിച്ചാക്രമിക്കുന്നുണ്ട്. ആരാണ് ജയിച്ചത് അല്ലെങ്കിൽ ആരാണ് തോറ്റത്? ഇപ്പോ അതല്ല ചോദ്യം. ഈ കേസ് മലയാളി സമൂഹത്തോടും സിനിമാ വ്യവസായത്തോടും എന്താണ് തുറന്നു പറയുന്നത്? ദിലീപിനെതിരെ ഗൂഢാലോചന ഇല്ല എന്ന് കോടതി വ്യക്തമാക്കിയപ്പോൾ ദിലീപ് കുടുംബത്തോടൊപ്പം തന്നെ ആ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വേലിയേറ്റമായി. അനുയായികൾ പറയുന്നത് 8.5 വർഷം നീണ്ട മാനസിക നരക ജീവിതത്തിൽ നിന്ന് ഒടുവിലൊരു മോചനം. മലയാള സിനിമയിൽ തിരികെ ഉയർത്തെഴുന്നേൽക്കുന്ന ദിലീപിനെ ഇപ്പോൾ ആരും തടുക്കില്ല. സോഷ്യൽ മീഡിയ വിചാരണയ്ക്ക് ഇത് ശക്തമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു. അവരവരുടെ പോസ്റ്റുകളിൽ ഒരു സന്ദേശവുമുണ്ട്. സത്യം വൈകാം, പക്ഷെ അത് ജയിക്കും. എന്നാൽ ഇതിന് മറുവശത്ത് ഒരു കഠിന യാഥാർത്ഥ്യവുമുണ്ട്. ഈ അതിജീവിതയുടെ വശം നോക്കി പറഞ്ഞാൽ ദിലീപ് കേസ് ഒരു നിയമ പോരാട്ടം മാത്രമായിരുന്നില്ല, അതൊരു സ്ത്രീയുടെ ആത്മാവിന്റെ പോരാട്ടവുമായിരുന്നു. അതിജീവിതയുടെ കൂട്ടായ്മ പറയുന്നത് കേസ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിജീവിതയുടെ അനുഭവം ഒരു വിധിയിൽ ഒതുങ്ങുന്നില്ല. മലയാളി സമൂഹം ഒരു സ്ത്രീയെ പിന്തുണയ്ക്കുമ്പോഴാണ് സമൂഹം മനുഷ്യനാകുന്നത്. ഈ പോരാട്ടം ഒരാളുടേതല്ല, ഒരു തലമുറയുടെ ശബ്ദമാണിത്. അതിജീവിതയുടെ ഉറച്ച വാക്കുകൾ പലർക്കും ഒരു മറുപടിയായിട്ട് നിന്നു. ഞാൻ നൽകിയ പോരാട്ടം തുടരും, എന്റെ ശബ്ദം ആരും അടിച്ചു താഴ്ത്തില്ല. ഈ വാചകം മലയാളത്തിന്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ വിധി പുറത്തു വന്ന നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിൽ 3 വലിയ വിഭാഗങ്ങളാണ് രൂപപ്പെട്ടത്. ഒന്ന്, ദിലീപ് അനുകൂല വിഭാഗം. ദിലീപ് കുറ്റവിമുക്തനായി എന്ന് അറിഞ്ഞു മുതൽ തന്നെ ആഘോഷവും മീംസ്, റീൽസ്, മൊത്തം കേസ് തന്നെ നിർമ്മിതം എന്നുള്ള ഒരു നറേറ്റീവും മലയാള സിനിമയിൽ ദിലീപിന്റെ ഒരു കംബാക്ക് ചർച്ചകൾ തന്നെ നടന്നു. എന്നാൽ അതേസമയം അതിജീവിതയെ അനുകൂലിക്കുന്നവരുടെ ആ ഒരു വാദം എന്ന് പറയുന്നത് നിരാശ, അതുപോലെ ന്യായം കിട്ടിയില്ല എന്നുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ, സ്ത്രീ സുരക്ഷ, സ്റ്റാൻഡ് വിത്ത് സർവൈവർ എന്നുള്ള ഹാഷ്ടാഗുകളും ട്രെൻഡുകളും, നിയമവ്യവസ്ഥയുടെ അപര്യാപ്തത ചർച്ചകൾ, ഇതൊക്കെയായിരുന്നു. ഇനി ഇവ രണ്ടിലും പെടാത്ത കുറച്ച് ആളുകളുണ്ട്. അവര് പറയുന്നത് നമുക്ക് സത്യം ഒരിക്കലും അറിയില്ല. സിനിമാ ലോകത്ത് കൂട്ടുകെട്ടുകളുമുണ്ട്. ഒരാളുടെ ജീവിതമാണ് ഇരുവശത്തും തകർന്നത്. ഇതിലൂടെ സമൂഹം എന്താണ് പഠിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യങ്ങളും. അതുപോലെ തന്നെ സിനിമാ ലോകത്തിന്റെ പ്രതികരണങ്ങൾ ഒരു ബാലൻസ്ഡ് വ്യൂല് തന്നെയായിരുന്നു. അതായത് സിനിമാ മേഖലയുടെ പ്രതികരണങ്ങളും രണ്ടായിട്ട് തന്നെ പിരിഞ്ഞു. ദിലീപിനെ അനുകൂലിക്കുന്നവർ ചിലർ പറഞ്ഞു ന്യായം നടന്നു, മുൻപ് ദിലീപ് സമൂഹത്തെ ഭയന്നാണ് മുൻപ് സംസാരിച്ചതും അത് ഇപ്പോൾ ഇല്ല, ഇപ്പോൾ തുറന്നു തന്നെ അദ്ദേഹത്തിന് ഇറങ്ങി നടക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ അതിജീവിതയെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ഒരു സ്ത്രീയുടെ ശബ്ദം കോടതിയിൽ ജയിക്കണമെന്നില്ല, പക്ഷെ സമൂഹം അതിനെ കേൾക്കണം. ഈ കേസിലെ ഭീഷണിയിലും സമ്മർദ്ദങ്ങളും നമ്മൾ അറിയാത്ത പല്ലവികളാണുള്ളത്. മറുപിറവി സിനിമകൾക്കൊപ്പം ഒരു പുതിയ സംസ്കാരം വേണം. ഇരുവശത്തിന്റെ വാക്കുകൾ മലയാള സിനിമയുടെ ഭാവി നിർണ്ണയിക്കുന്നുണ്ട്. ഈ കേസ് നമ്മോട് തന്നെ എന്താണ് ചോദിക്കുന്നത്? നിയമത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെയും ആത്മാഭിമാനത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഒരു സ്ത്രീക്ക് നീതി നേടാൻ എന്തെല്ലാം കടക്കണം? സോഷ്യൽ മീഡിയ വിചാരണ ഒരു കേസിന്റെ ദിശ തന്നെ മാറ്റുന്നുണ്ട്. പ്രശസ്തരുടെ പേരുകൾ വന്നാൽ സമൂഹം എങ്ങനെ വിഭജിക്കപ്പെടുന്നുണ്ട്? ആരാധനയും യാഥാർത്ഥ്യം തമ്മിൽ മലയാളികൾക്കുള്ള ആ ഒരു പോരാട്ടം. സിനിമാ ലോകത്ത് ശക്തിയുള്ളവർക്ക് കൂടുതൽ സംരക്ഷണമാണോ ലഭിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ഇന്നൊരു കേസ് കൊണ്ടല്ല, നാളെ മലയാളം ചോദിക്കേണ്ടതുണ്ട്. ഇനി ദിലീപിനെ വെറുതെ വിട്ടു, അതിജീവിത പോരാട്ടം തുടരുന്നു. ഈ കേസ് അവസാനിച്ചു, പക്ഷെ മലയാളത്തിന്റെ ആത്മചിന്ത ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഇവിടെ ജയിച്ചവൻ ആരാണ്, തോറ്റവൻ ആരാണ്, ശരിയായിട്ടുള്ള ഉത്തരം ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യമാണ് ഉറപ്പ്, ഈ സംഭവങ്ങൾ ഇനി മലയാള സമൂഹത്തെയും സിനിമയെ മാറ്റിമറിക്കുമെന്നുള്ളത്. സത്യം, നീതി, അനുഭവങ്ങൾ, ഇവയിൽ ഏതാണ് കൂടുതൽ ശക്തിയുള്ളത്? ഉത്തരം ഓരോരുത്തരുടെയും മനസ്സിലാണുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്, ദിലീപ് വെറുതെ പോയതിൽ നിങ്ങൾക്ക് ആശ്വാസമാണോ, അല്ലെങ്കിൽ അതിജീവിതയുടെ വേദന നിങ്ങളെ ഇപ്പോഴും സ്പർശിക്കുമോ?
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതുക. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. മലയാളത്തിന്റെ ഏറ്റവും പുതിയ ചർച്ചകൾക്കായിട്ട് വീണ്ടും നമുക്ക് കാണാം.